ഗുഡ് മോർണിംഗ്. ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്ത് തന്ന കുമ്പളത്തിൻ്റെ വിത്തുകളാണ് കേട്ടോ. അതിലൊരു വിത്ത് പോലും കളയാതെ അത് മുളപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നുമല്ല, അതൊരു പ്രത്യേക തരം കുമ്പളാണത്രേ. അതിന് കാമ്പ് കൂടുതലാണ്. അതുപോലെ ആ വിത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ചോറിൻ്റെ ഭാഗം കുറവ്, നല്ല കാമ്പ് കനം കൂടുതലുള്ള ഒരു നല്ലൊരു വിശേഷപ്പെട്ട തരം കുമ്പളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വിത്ത് പോലും കളയരുത്, അത്ര വിശേഷപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു തന്നതുകൊണ്ട് ഞാൻ എല്ലാ വിത്തുകളും പാകി. ഇപ്പോൾ ദാ എല്ലാ വിത്തുകളും മുളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ വിത്തുകളൊക്കെ ഞാൻ എവിടെ കൊണ്ട് കുഴിച്ചിടും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇനി നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ അതൊന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാ ടെറസിൻ്റെ മുകളിലുള്ള എല്ലാ ചെടിച്ചട്ടിയിലും ഇതുപോലെ കുമ്പളത്തിൻ്റെ വിത്തുകളൊന്ന് പാകി വെച്ചു. പിന്നെ ഇത് കൂടാതെ എനിക്ക് കർഷകശ്രീ വാങ്ങിക്കുമ്പോൾ കിട്ടിയ കുറച്ച് വിത്തുകൾ, അതിലെ വെണ്ട ഉണ്ടായിരുന്നു, ചീര, തക്കാളി, ഇത്രയാണ് ഇപ്പോൾ മുളച്ച് കണ്ടത്. ഇനി വേറെ ഏതെങ്കിലും മുളയ്ക്കുമോ എന്നുള്ളത് അറിയില്ല. 3-4 തരം വിത്തുകളൊക്കെ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഇത്തിരി വലുതായി കഴിഞ്ഞാൽ അതും പറിച്ച് നടണം. വെണ്ടയുടെ വിത്തുകൾ ആദ്യം തന്നെ മുളച്ച് ഇത്തിരി വലുതായ കുറേ വിത്തുകൾ ഞാൻ കുറച്ച് ഗ്രോ ബാഗിൽ, ഒരു 10-15 ഗ്രോ ബാഗിൽ താഴത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിത്തുകളിൽ നിന്ന് വിത്ത് മുളച്ച് വന്നപ്പോൾ അതിൻ്റെ തോട് അടർന്നു പോകാനായിട്ട് വൈകിയപ്പോൾ ഞാനത് പറിച്ച് കളയുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ശരി, ഓക്കേ.